കുന്നമംഗലം പോലീസ് സ്റ്റേഷനില് കാരന്തൂരങ്ങാടിയിലുള്ള VR റെസിഡൻസിയിൽ നിന്ന് അവിടെ 208 നമ്പർ റൂമിൽ നിന്ന് 2 പ്രതികൾ ഇബ്രാഹിം മുസമിൽ, അഭിനവ് PN ഈ 2 വ്യക്തികളിൽ നിന്നായിട്ട് 221 ഗ്രാം MDMA ഇന്ന് കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫ് സ്ക്വാഡും അതുപോലെ തന്നെ കുന്നമംഗലം സ്റ്റേഷൻ SHO നേതൃത്വത്തിലുള്ള ടീമും കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികൾ 2 പേരെ നമ്മുടെ കസ്റ്റഡിയിലുള്ളതുണ്ട്. സിറ്റി ഡാൻസ് ഓഫ് ടീമിന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ACPയുടെയും കുന്നമംഗലം SHOയുടെയും നേതൃത്വത്തിലുള്ള ടീമിന്റെയും സംയുക്തമായ ഇടപെടലിലൂടെയാണ് ഇന്ന് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഈ പ്രതികളിൽ ഇബ്രാഹിം മുസമിൽ കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിയാണ്. ഇയാൾക്ക് ഒരു റോബറി കേസും അതുപോലെ തന്നെ NDPS കേസുകളൊക്കെ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വരികയാണ്. ആന്ധ്രാപ്രദേശിലൊക്കെ ഇയാൾക്ക് കേസുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച വിവരം. അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഭിനവിന്റെ പേരിൽ ഒരു NDPS കേസ് ഓൾറെഡി നിലവിലുള്ളതുണ്ട്. ഈ ഒരു വർഷം തന്നെ 2025 ജനുവരി മാസത്തിൽ തന്നെ കോഴിക്കോട് സിറ്റിയിൽ 4 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി MDMA കേസുകൾ, ഇപ്പോൾ ഏകദേശം 590 ഗ്രാമോളം വരുന്ന MDMA കോഴിക്കോട് സിറ്റിയിൽ ഡാൻസ് ഓഫ് സ്ക്വാഡും അതുപോലെ തന്നെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 2024 വർഷത്തിൽ 32 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ് കോഴിക്കോട് സിറ്റി പോലീസ് ലിമിറ്റിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏകദേശം 3 കിലോയിൽ അധികം വരുന്ന MDMA, 157ഓളം കിലോഗ്രാം വരുന്ന കഞ്ചാവ്, അതുപോലെ LSD, മെത്താംഫെറ്റമിൻ, ബ്രൗൺ ഷുഗർ, ഇത്തരത്തിൽ നിരവധി ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതുപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിനുമെതിരെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സ്ക്വാഡ് വളരെ ആക്റ്റീവായിട്ട് ജില്ലയുടെ മുക്കിലും മൂലയിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേഷൻ പരിധിയിലും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന നിതാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും അതുപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടം ഒക്കെ നമുക്ക് ഒരു ചെറിയ പരിധിവരെയെങ്കിലും തടയിടാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ 2024 വർഷത്തില് നവംബർ മാസം നമ്മളൊരു നോൺ അവർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഈ നാർക്കോട്ടിക്സിനെതിരെ ഒരു ക്യാമ്പയിൻ കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റേഷൻ പരിധിയിലും ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എല്ലാ വീക്കിലും ഇപ്പോൾ നടന്നുകൊണ്ട് വരുന്നുണ്ട്.